ഹേമ കമ്മിറ്റിയൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഈ കമ്മിറ്റിക്ക് മുന്നിൽ ലൈംഗിക ഉപദ്രവവും ചൂഷണവും വെളിപ്പെടുത്തിയ 20-ലധികം പേരുണ്ട്. അവരുടെ മൊഴി ഗൗരവ സ്വഭാവമുള്ളതാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഇവരിൽ ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനുള്ളിൽ തന്നെ നേരിട്ട് ബന്ധപ്പെടും. നിയമ നടപടി തുടരാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മൊഴിയിൽ അടുത്ത 3-ാം തീയതിക്കുള്ളിൽ കേസെടുക്കുമെന്നാണ് അറിയുന്നത്. അതായത് ഇതിൽ 4.5 വർഷം അടയിരുന്ന സർക്കാരിൻ്റെ പോലീസ് തന്നെയാണ് ഇപ്പോൾ ഗൗരവമുള്ളത് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. നാണമില്ലേ എന്നാണ് പ്രാഥമികമായി ചോദിക്കാനുള്ളത്. 2, ഹൈക്കോടതിയുടെ ചില നിശ്ചിതമായ ഒബ്സർവേഷൻസും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, എങ്ങനെ ഈ റിപ്പോർട്ട് വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞു, എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് നേരിട്ട് ഹൈക്കോടതി ചോദിച്ചു, നമ്മളും ചോദിച്ചിരുന്നു. നിർബന്ധിച്ച് വിവരാവകാശ കമ്മീഷൻ ഒരു നിലപാടെടുത്തപ്പോൾ വിവരാവകാശ കമ്മീഷൻ മറച്ചുവെക്കാൻ പറഞ്ഞ ചില സെൻസിറ്റീവ് വിവരങ്ങൾക്കപ്പുറം കുറെ അധികം അങ്ങ് രാജാവിൻ്റെ വലിയ വിശാല മനസ്കതയോടുകൂടി ആ ഭരണകൂടം കുറെ കൂടി മറച്ചു വെച്ചിട്ട് അത് പുറത്തുവിട്ടു. ഹൈക്കോടതി പറഞ്ഞു ഇതെല്ലാം പൊടി തട്ടി ഇങ്ങെടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. ഒട്ടും മറയ്ക്കാതെ ഒളിക്കാതെ ഇവിടെ കൊണ്ടുവരാൻ ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഇതാ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ് കേരള പോലീസ്. ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന്. പീഡനവും ലൈംഗിക ആരോപണവും ഉന്നയിച്ച മൊഴികൾക്ക് ഗൗരവ സ്വഭാവമുണ്ടെന്ന് 4.5 വർഷമായപ്പോൾ കേരള പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അഭിമാനത്തിൻ്റെ നിമിഷമാണ്. പ്രജിത് മോഹനൻ ചേരുന്നു. നമസ്തേ പ്രജിത്ത്, എങ്ങനെ ഇത്രയും പറയാതിരിക്കും? നമസ്തേ. കാരണം ഇത്ര കാലം മറച്ചു വെച്ചെങ്കിലും ഒടുവിൽ കുറച്ചധികം വിവരാവകാശങ്ങളുടെയും പിന്നീട് കോടതിയുടെയൊക്കെ നിശ്ചിത വിമർശനത്തിന് ശേഷം ഇക്കാര്യത്തിൽ സജീവമായ നടപടികളിലേക്ക് സർക്കാരിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരുന്നു. അതും കോടതിയുടെ ഒരു ഇടപെടലിന് ശേഷമാണ് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണഭാഗം പോലും കൈമാറാൻ സർക്കാർ തയ്യാറായത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങൾക്കൊക്കെ ഈ ഘട്ടത്തിൽ വലിയ പ്രാധാന്യവുമുണ്ട്. അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ. ഈ ആദ്യഘട്ടമായി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ടത് 290 പേജുകളുള്ള റിപ്പോർട്ടുകളാണെങ്കിൽ മൊത്തത്തിൽ അതിലേണ്ട 3896ഓളം പേജുകളുണ്ട്. അപ്പോൾ ഈ പേജുകളുള്ള ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ 1-2 ഉദ്യോഗസ്ഥർക്ക് ഒറ്റയടിക്ക് വായിച്ചു തീർക്കാൻ കഴിയുന്ന റിപ്പോർട്ടല്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ 5 ഭാഗങ്ങളായി തിരിച്ച ഈ റിപ്പോർട്ടുകൾ 5 ഉദ്യോഗസ്ഥർ, അന്വേഷണ സംഘത്തിലെ 5 ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് വായിച്ചു. അതിൽ പ്രാഥമികമായി നടത്തിയ ആ പരിശോധനയിൽ അവർക്ക് തോന്നിയതാണ് ഏതാണ്ട് 20ഓളം പേരുടെ മൊഴികളിൽ ഒരു ഗൗരവകരമായ ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില ആരോപണങ്ങളുണ്ട്. അതിലൊക്കെ നടപടികൾ വേണ്ടിവരുമെന്നുള്ളത്. എന്തായാലും ഈ റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കാതെ ഈ മൊഴികളിലേക്കുള്ള പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ അതിൽ കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഒരു വ്യക്തത വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരോട് വീണ്ടും ഈ റിപ്പോർട്ട് പൂർണ്ണമായി വായിക്കാനാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന പോലീസിന്റെ തലപ്പത്ത് നിന്നൊക്കെ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി 3896 പേജുകളും എല്ലാ അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ IG സ്പർജൻ കുമാറും അതോടൊപ്പം തന്നെ വനിതാ IPS ഉദ്യോഗസ്ഥരും ഈ റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കും. അതിനുശേഷം 2 ഘട്ടങ്ങളായി ആദ്യഘട്ടത്തിൽ ഈ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഗൗരവകരമെന്ന് തോന്നിയ 20ഓളം പേരുടെ മൊഴികളുണ്ട്. ആ 20ഓളം പേരെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തും. അവരെ നേരിട്ട് ബന്ധപ്പെട്ട ശേഷം 2-ാം ഘട്ടത്തിലായിരിക്കും ബാക്കിയുള്ളവരെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുക. എന്തായാലും ഈ 20 പേരെ കണ്ടെത്തി ആ 20 പേരുടെ മൊഴികൾ അല്ലെങ്കിൽ അവർ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം ചോദിക്കും. അതിന് തയ്യാറല്ലെങ്കിൽ അത് രേഖാമൂലം എഴുതി വാങ്ങിക്കും. തുടർന്നായിരിക്കും നടപടികളുമായി മുന്നോട്ട് പോകുക. അടുത്ത മാസം 3-ാം തീയതി കോടതി വീണ്ടും ഈ ഹർജിയൊക്കെ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് നിർണായകവുമാണ്. കാരണം പരമാവധി ഒരു 10-12 ദിവസങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന 20ഓളം പേരെ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് അവരുടെ താല്പര്യം എന്താണ് എന്നതനുസരിച്ച് അന്വേഷണവുമായി സഹകരിക്കാനാണെങ്കിൽ അങ്ങനെ, മറിച്ചാണെങ്കിൽ അങ്ങനെ അത് രേഖാമൂലം എഴുതി വാങ്ങി അല്ലെങ്കിൽ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തി കേസെടുക്കുക എന്നുള്ളൊരു ഹിമാലയൻ ടാസ്ക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വലിയ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വീണ്ടും കോടതി വടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ അത് സർക്കാരിന് വീണ്ടും തലവേദനയാകും എന്നുള്ളതാണ്. എന്തായാലും നടപടികൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ നിലവിലുള്ള ഈ റിപ്പോർട്ടിൽ പറയപ്പെടുന്ന പോക്സോ സംബന്ധമായ ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ നേരത്തെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ നിന്നോ ആ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ തരം മൊഴികളിൽ എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. അത് നേരത്തെ തന്നെ വന്നിരിക്കുന്നത് അവരുടെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നിലവിൽ അത്തരം പരാതികളിൽ നേരിട്ട് കേസെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പരിശോധനകളും അത്തരം നടപടികളും അന്വേഷണ സംഘം തുടർന്ന് കൊണ്ടുപോകും.